അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, അഥവാ ഉപദേശിക്കുന്നു. സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിട്ടേക്കുക. പ്രത്യേകിച്ച് ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടേക്കുക. വിരോധിച്ച കാര്യങ്ങൾ വിട്ടേക്കുക. ശിർക്ക് ബിദ്അത്ത്. ശിർക്ക് എന്താണ് ബിദ്അത്ത് എന്താണ്? അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശററുൽ ഉമൂറാണ്. സുവായസുമായുടെ ഹുതുബകളിൽ പറയാറുണ്ടായിരുന്നു, ശററുൽ ഉമൂർ മഹ്ദഹുവ, മതകാര്യങ്ങൾ ഷർറായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു. കുല്ലു മുഹ്ദിൻ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യം ബിദ്അത്താകുന്നു. കുല്ലു ബിദ്അത്തും വലാല, എല്ലാ ബിദ്അത്തും വലാലത്താകുന്നു, വഴിവെച്ച് മാർഗമാകുന്നു. അതോട് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നരകത്തിൽ പ്രവേശിക്കുമെന്ന്. ശിർക്കാകട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകട്ടെ, അതൊക്കെ എല്ലാം ബിദ്അത്തുകളാവുന്നു. ശിർക്കും ബിദ്അത്ത് തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളെ നമ്മൾ ദീനിൽ കൊണ്ടുവരാം. അതാണ് ബിദ്അത്തുകൾ. ബിദ്അത്തുകളിലൂടെയാണ് ശിർക്കിലെത്തിയിട്ടുണ്ട്. എല്ലാ ബിദ്അത്തുകളും എന്തല്ല? ശിർക്കല്ല. എന്നാൽ ചില ബിദ്അത്തുകളൊക്കെ ചെയ്താൽ അത് ശിർക്കിലെത്തും. ശിർക്കിലെത്തുന്ന ബിദ്അത്തുകളുമുണ്ട്. അപ്പം മൊത്തത്തിൽ ബിദ്അത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശർറുൽ ഉമൂർ മുഹ്ദാത്തുഹ, അത് കാര്യങ്ങൾ ഷർറായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി സംസ്കാരം പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാറുള്ളത്. അപ്പം അത് എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. സൂക്ഷിച്ച് ജീവിക്കുക എന്നാൽ പ്രധാനമായും സൂക്ഷിച്ച് ജീവിക്കേണ്ടത് നമ്മൾ ശിർക്ക് വിദ്യാർത്ഥി പെടാതെ ജീവിക്കുക. കാരണം ശിർക്കോട് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ അമലുകളൊന്നും അല്ലാഹു തആല നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടൂല. ഒക്കെ നശിച്ചു പോവും. അമലൊക്കെ നശിച്ചു പോവും. ഒന്നും ഉണ്ടാവില്ല ശിർക്കോടുകൂടി മരണപ്പെട്ടു പോയാൽ. അപ്പോൾ എന്ത് വേണം? തൗഹീദോട് മരിക്കണം. അപ്പം എന്താ ശിർക്ക്? നമ്മൾ മനസ്സിലാക്കണ്ടേ? ആരാധനകൾപ്പെട്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിക്കുക, അതാണ് ശിർക്ക്. ഇപ്പം നേർച്ചകൾ, പ്രാർത്ഥനകൾ, പാപമോചനം തേട്ടങ്ങളൊക്കെ എന്താവുന്നു? ഇബാദത്താവുന്നു, ആരാധനയാവുന്നു. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തുകളൊക്കെ തന്നെ, സുജൂദുകൾ ഒക്കെ എന്താവുന്നു? ആരാധനകളാവുന്നു. അപ്പം അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനകളിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിക്കുക, അതാണ് ശിർക്ക്. പങ്കു ചേർക്കുക, ആരാധനയിൽ പങ്കു ചേർക്കുക. മനസ്സിലാകണ്ട? ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു. അള്ളാഹുവിന് മാത്രം ആരാധിക്കുക, അതെന്താവുന്നു? അത് തൗഹീദ്. തൗഹീദോടുകൂടി മരിച്ചെങ്കിൽ സ്വർഗം കിട്ടുള്ളൂ. ആരാധന മുഴുവൻ അള്ളാഹുവിന് അർപ്പിക്കുക. കാരണം എന്താ? അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമേയം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിൻ്റെ വചനം. അള്ളാഹു അല്ലാതെ ആരാധിക്കാനായി മറ്റാരുമില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്, മുഅ്മിനാകേണ്ടത്. പിന്നീട് എന്ത് ചെയ്യണം? മുസ്ലിമായി ജീവിക്കണം. എന്തൊക്കെയോ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅശ്ഹദു അന്ന റസൂലുള്ളാഹ്, രണ്ടാമത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണെന്ന് മനസ്സാവാജ കർമ്മം സ്വീകരിക്കുന്നു. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളൊക്കെ അനുസരിച്ചായിരിക്കണം. പറഞ്ഞൊരു മനസ്സിലാകണ്ട? അപ്പോൾ ശിർക്ക് എന്താണ്? ബിദ്അത്ത് എന്താണ്? ഷിർക്ക് എന്താണ്? തൗഹീദ് എന്താണ്?
ബിദ്അത്ത് എന്താണ്, സുന്നത്ത് എന്താണ് വ്യക്തമായി നാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടാണ് മരിച്ചു പോകരുത്. ഇന്ന് ഖുതുബകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആരാധന പ്രധാനപ്പെട്ടത് എന്താവുന്നു, അദ്ദുആഉൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. ഒരു കർമ്മ ആരാധന ആകണമെങ്കിൽ എന്ത് വേണം, ദുആ ഉണ്ടായിരിക്കണം. അദ്ദുആ മുഖൽ ഇബാദ, ദുആ ആരാധനയുടെ മജ്ജയാകുന്നു. അപ്പൊ ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ രക്ഷിക്കണേ, അപ്പൊ ദുആയെ മനസ്സിലായ, അപ്പൊ അത് ആരാധനയായി, തൗഹീദായി. അതിന് പകരം ഒരാൾ ബദരീങ്ങളെ രക്ഷിക്കണേ ഇത് ദുആ ചെയ്താലോ, അത് ദുആ തന്നെയാണ്. അല്ലെ ജിന്നെ സഹായിക്കണേ, അതും ദുആ തന്നെയാണ്. മനസ്സിലാണ്ട? അത് ആരോടായി? ജിന്നോടനായി, അല്ലെങ്കിൽ ബദരീങ്ങൾ മരിച്ചുപോയ ബദരീങ്ങളോടായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ബ്രഹ്മോത്തങ്ങളെ, മുദീശയ്ക്ക്, കാക്കനെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടിയാൽ എന്തായി? അത് ആരാധനയായി, അത് മൊയ്തീശയ്ക്കനായി, ബദരീങ്ങൾക്കായി. അപ്പം എന്തായി? ശിർക്കായി. മനസ്സിലാണ്ട? ആരാധന അള്ളാഹുവിന് അർപ്പിക്കുക, തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് അള്ളാഹു സൃഷ്ടികളെ അർപ്പിക്കുക. ആരാലും ശരി, മുത്തുനബി ആയാലും ശരി, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം തേടാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പാപം തേടാണ്, നബിയെ പൊറുത്തരണേ, നബിയെ പൊറുത്തരണേ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പാപം തേടിയാൽ എന്തായി? ശിർക്കായി. കാരണം എന്താ? അത് ആരാധനയാണ്. ആരാധന അള്ളാഹുവാണ്. അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധന മഹനബിക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും. പ്രവാചകനല്ലേ, അഷ്റഫുൽ എന്ന് പറഞ്ഞ കാര്യമില്ല. എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു ഒഴിയുള്ളതൊക്കെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനകൾ സൃഷ്ടികൾ അർപ്പിച്ചാൽ ശിർക്ക് വരും. പ്രാർത്ഥനകൾ മുഖ്യമായിട്ട്, നേർച്ചകൾ മുഖ്യമായിട്ട്, ഇതൊക്കെ ആരാധനകളാവുന്നു. അള്ളാഹുവിന് പേര് നേർച്ചയാക്കിയതിന് പകരം സൃഷ്ടികളുടെ പേര് നേർച്ച ചെയ്യാൽ ശിർക്ക് വരും. മനസ്സിലാണ്ട? സഹായപ്രാർത്ഥന, അതാണ് പ്രാർത്ഥന, ആരാധന. കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നമ്മൾ സഹായപ്രാർത്ഥനകൾക്ക് എന്തല്ല, ടെലിഫോൺ മുഖേന, അതിന് ആരാധന പറയില്ല. അത് സാധാരണ സഹായപ്രാർത്ഥന. അത് നമുക്ക് പുണ്യകരമായ കാര്യങ്ങൾ അന്വയിച്ചു വന്നു, കുറ്റകരമായ കാര്യങ്ങളെല്ലാം അന്വയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം. അള്ളാഹുവിനോടല്ലാതെ വൈബിയ നിനക്ക് സഹായപ്രാർത്ഥന നടത്താൻ പാടുള്ളതല്ല. വൈബിയ നിനക്ക് മറിഞ്ഞ നിനക്ക് സഹായപ്രാർത്ഥന, കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടുള്ളത് പുണ്യകരമായ വിഷയങ്ങളാവാം. അതിന് ആരാധന എന്ന് പറയില്ല, പരസ്പര സഹായപ്രാർത്ഥന എന്ന് പറയുക. ആരാധനയിൽ മുഖ്യമായത് തന്നെ പ്രാർത്ഥനയാണ്, ദുആയാകുന്നു. അദ്ദുആഉൽ ഇബാദ, ദുആ ആരാധനയാകുന്നു എന്നൊക്കെ വിശ്വാസം പഠിപ്പിക്കുകയും ഖുർആൻ ആയത്തോതുകയും ചെയ്തു. മനസ്സിലാക്കണ്ട? അപ്പൊ ഗൈബിയ നിലയ്ക്ക് ആരോടായാലും ശരി, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ജിന്നിനോടാകട്ടെ, മലക്കുകളോടാകട്ടെ, ഗൈബിയ നിലയ്ക്ക്, മറിഞ്ഞ നിലയ്ക്ക് സഹായം വരുത്തുവാൻ നമുക്ക് പാടുള്ളതല്ല. അതെന്താവുന്നു? അത് ആരാധനയാവും. ആരാധന ഗൈബിയ നിലയ്ക്ക് മലക്കിനോടോ, ജിന്നിനോടോ, മരിച്ചുപോയ മഹാത്മാനോടോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളോടോ ചെയ്താൽ ശിർക്ക് വരും. മനസ്സിലായ? ആരാധന അള്ളാഹുവിനെ അർപ്പിച്ചാൽ ശിർക്ക് വരും. ആരാധനകൾ അള്ളാഹുവിനോട് തൗഹീദ് വരും. ഇത് പഠിക്കണം, മനസ്സിലാക്കണം. തൗഹീദോട് കൂടി മരിച്ചെങ്കിൽ സ്വർഗം കിട്ടുള്ളൂ. ശിർക്കോട് കൂടി മരിച്ചാൽ സ്വർഗം കിട്ടൂല, നഷ്ടപ്പെട്ടു പോകും. അതാണ് ഗൗരവം. മനസ്സിലാകണ്ട? പലരും മനസ്സിലാകണ്ട. എന്താണ് സൗദി, എന്ത് ശിർക്ക് എന്താണ് എന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പരസ്പരം ഉപദേശിക്കണം. പരിങ്ങളെ രക്ഷിക്കണേ, മുരിശേക്ക് കാക്കണേ, മുത്തുനബിയെ പാപം പൂർത്തരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കൽ അതിങ്ങനെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അള്ളാഹുവിനെ അർപ്പിച്ചാൽ ശിർക്ക് വരും. അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്. മനസ്സിലാകണ്ട? പറഞ്ഞ് മനസ്സിലാകണ്ട? അപ്പൊ അതെന്താണ്? ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മറ്റു പഠിപ്പിച്ചു കൊടുക്കുക, അതിന് വിട്ടു നിൽക്കുക. ഒന്നാമത്തെ കാര്യം ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ശിർക്ക് വരാതെ നോക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഒരു എന്ത് ചെയ്യുന്നു, ശിർക്ക് വരാതെ സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സമസ്തക്കാരൊക്കെ പറയും സമതിയത്ത് മനസ്സിലാക്കിയ ശിർക്ക് വരില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ശിർക്ക് സമതിയത്ത് മനസ്സിലാക്കാത്ത ആളാണോ? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ശിർക്ക് അത് ഉറുമ്പ് വലിച്ചു വരുന്നതിനേക്കാൾ നിഗൂഢമായി വരും. ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, അപ്പം എന്തായാലും അതിൽ നിന്നും നിനക്ക് മോചനം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എന്താ കാരണം? എന്താണത്? അല്ലാഹു ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലമു. അല്ലാഹുവേ, അറിയുന്ന വിധത്തിൽ നിന്നെ ഞാൻ സൃഷ്ടികളോട് പങ്കുവെക്കലിനും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, അറിയാത്ത വിധത്തിലൂടെ നിന്നെ ഞാൻ സൃഷ്ടികളോട് പങ്കുവെക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപം തേടുന്നു. ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അറിഞ്ഞും അറിയാതെയും ശിർക്ക് വരും. ആരോടാ പറയേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയേണ്ടത്. അപ്പൊ നമ്മളൊക്കെ എത്രത്തോളം സൂക്ഷിക്കേണ്ടതുണ്ട്, മനസ്സിലാണ്ട? മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അന്നെ ലാത്തനെ കൊണ്ടോ ഇസ്ലിനെ കൊണ്ടോ ആരും സത്യം ചെയ്താൽ ഫലഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ലാത്തിനെ കൊണ്ട് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ശിർക്കാണ്, പാടില്ല. അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലാത്തിനെ കൊണ്ട് വെച്ചിനെ കൊണ്ടാണ് സത്യം ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുല്ലാതെ ആരാധന മറ്റാരുമില്ല എന്ന് തൗഹീദ് വചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ഈ കാര്യം ഓർക്കുക. ഇനിയിപ്പോ ഈ പ്രാർത്ഥന നമുക്ക് വീടില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ചൊല്ലുക. അത് അറിയാത്തവരാണ്ടാവില്ല മുസ്ലിങ്ങൾക്ക്. അതൊക്കെ ശ്രദ്ധിക്കണം. ശിർക്ക് അറിഞ്ഞോ അറിയാതെ വരും. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക. രണ്ടാമത്തെ കാര്യം ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്താ ബിദ്അത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുപാട് കാര്യം പഠിപ്പിച്ചു തന്നു ദീനില്. വമാ ആതാകും റസൂൽ ഫഖുദൂഹു, ദിവസം കൊണ്ടുവന്നത് നബി സാഹിബ് ഏൽപ്പിച്ച മാർഗം അതായിരുന്നു നാം ചെയ്യേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിയും, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവനും നരകത്തിലേക്കാണ്. സാഹിബർ ചോദിച്ചു, ആ വിജയിച്ച സമൂഹം ആരാണെന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിൽ, ആ മാർഗം നബി സാഹിബ് ചോദിച്ച മാർഗം അതാണ് നാം സ്വീകരിക്കേണ്ടത്. അത് നാം പഠിച്ചറിയണം. ഇൽമ പഠിക്കണം, അത് ഫർളാണ്. പൂർവീകന്മാർ വാപ്പാപ്പന്മാർ ചെയ്തു പോകുന്ന പോലെ നമ്മൾ ചെയ്തു പോന്നാൽ നമ്മൾ വഴിച്ചു പോകും. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പ്രമേയം അതാണ്. അപ്പോൾ ഫർളായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നിർബന്ധമായും ജീവിതത്തിൽ നൽകിയ പ്രാവർത്തികമാക്കുക. മനസ്സിലായ? നമസ്കാരം നിത്യജീവിതത്തിൽ പ്രാവർത്തികമായ കാര്യം എന്താണ്? നമസ്കാരം. അത് 5 വക്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുക സാധിക്കുന്നവർ, പറ്റില്ലെങ്കിൽ പറ്റിയെടുത്ത് വെച്ച് നമസ്കരിക്കുക. പിന്നീട് കൊല്ലത്തിലൊരിക്കലാണ് എന്ത് വരുന്നത്? നോമ്പ്, സക്കാത്ത്, ജീവിതത്തിലൊരിക്കൽ ഹജ്ജ്, അതൊക്കെ അനുഷ്ഠിക്കാതെ ഫർളാണ്. പിന്നീട് 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫർളായ കാര്യം എന്താണ്? ഖുർആനും ഹദീസും പഠിക്കുക, അർത്ഥത്തോടുകൂടി പഠിക്കുക. അതാണ് പിന്നീട് നമുക്ക് ഫർളായ കാര്യം. കാരണം ആ ഖബറിൽ നമ്മൾ ചോദ്യം ചെയ്യും, മാ ഇൽമുക, നിന്റെ ഇൽമ എന്തായിരുന്നു, വിജ്ഞാനം എന്തായിരുന്നു ചോദിച്ചിരിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി നമ്മൾ മറുപടി പറഞ്ഞെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അത് തഫ്സീറായി ഹദീസും പഠിക്കണം. അതും ഫർളാണ്. മനസ്സിലാണ്ട? ഫർളായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മരണം വരെ ഈ ഫർള് പഠിച്ചുകൊണ്ടേയിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മരിക്കുന്നവരെ ഖുർആനും ഹദീസും അർത്ഥവും വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് എപ്പോഴും നമുക്ക് ഫർളാണ്. അത് മനസ്സിലാക്കുക. 5 വക്ത് നമസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഖുർആൻ ഹദീസ് എന്തല്ല, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ, എല്ലാ ആണുപെണ്ണുങ്ങളുടെയും എന്താവുന്നു? ഇൽമ പഠിക്കൽ നിർബന്ധമാകുന്നു. പിന്നീട് സുന്നത്തായ കർമ്മങ്ങൾ, ഫർളായ കർമ്മങ്ങൾ എൻ്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കാനാണ്. നമസ്കാരത്തിൽ ഫർള് നമസ്കാരം കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കണം. പിന്നെ നോമ്പ്, ഫർളായ നോമ്പിൽ എന്തെങ്കിലും കുറവെന്നാൽ സുന്നത്ത് നോമ്പുകൾ നോക്കുക. അതേപോലെ തന്നെ സക്കാത്തുകൾ, ഫർളായ സക്കാത്തുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഫർളല്ലാത്ത ദാനങ്ങൾ ചെയ്യുക.
അപ്പോൾ അതെന്ത് ചെയ്യും? ഇതിന് കുറേകൾ പരിഹരിക്കപ്പെടും. ഹജ്ജ് ഫറദാണ്. ഒരാൾ ഹജ്ജ് ചെയ്തു, അതിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുക, വീണ്ടും ഹജ്ജ് ചെയ്യുക. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ഫർദിൻ്റെ കൂടെ സുന്നത്ത് അമലുകൾ ചെയ്താൽ അള്ളാഹുവിലേക്ക് നാം അടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് അള്ളാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തഖുല്ലാഹ്. മനസ്സിലായില്ലേ? വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടു നിൽക്കുക, നിർബന്ധ കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്ത് സാധ്യമാക്കുക, സുന്നയ കർമ്മങ്ങൾ കഴിയുന്നത്ര രീതിയിൽ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു വന്നത് ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക. ആദ്യം അത് പറഞ്ഞല്ലോ. എന്താണ് തൗഹീദ്? ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഷിർക്ക് ഷിർക്ക് വരാൻ സൂക്ഷിക്കുക. അത് ഗൗരവമാണ്. അതോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. പിന്നീട് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം ബിദ്അത്തുകളിലൂടെയാണ് ഷിർക്കിൽ എത്തിപ്പെടുന്നത്. അത് വളരെ സൂക്ഷിക്കണം. നബി പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നല്ലതിന് നോക്കി നമ്മൾ ചെയ്താൽ അത് ബിദ്അത്ത്. അതാണ് ബിദ്അത്ത് പറയുന്നത്. നമസ്കരിച്ചതിന് ശേഷം നമസ്കാര പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ദുആ ചെയ്യുന്നു, ഇമാമ് ദുആ ചെയ്യുന്നു, അണികളൊക്കെ തന്നെ ആമീൻ പറയുന്നു. അപ്പം അള്ളാഹുവിനോട് തന്നെയാണ് ആ ദുആ ചെയ്യുന്നത് കരിക്കട്ടെ. അങ്ങനെ സമ്പ്രദായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല. അപ്പം അതെന്താവുന്നു? അത് ബിദ്അത്താണ്, വലാത്താണ്. ബിദ്അത്ത് ചെയ്താലോ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻ സാഹിബിൽ ബിദ്അത്തി സർഫുൽ അജ്റ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്അത്ത് ചെയ്യുന്നതിൽ നിന്നും അല്ലാഹു തആല ഫർളോ സുന്നത്തോ ഒരു കാര്യം സ്വീകരിക്കൂല. അവിടെ നിൽക്കും. ഏതുവരെ? അത് ഉപേക്ഷിക്കുന്നവരെ. പിന്നെ അത് തെറ്റാണ് ബോധ്യപ്പെട്ടാൽ അതൊന്ന് ഉപേക്ഷിക്കണം. മനസ്സിലാണ്ട? അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഇതുവരും ഇഷ്ടമുള്ളവർക്ക് അമലുകൾ അവിടെ നമ്മൾ ചെയ്തു പോയ അമലുകളൊക്കെ സ്വീകരിക്കും. അവനിഷ്ടമുള്ളവർക്ക്. മനസ്സിലാണ്ട? അതവിടെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ബിദ്അത്ത് എന്ന് പറയാൻ നമ്മൾ അറിയില്ല. നമ്മളെ പിശാച് ചെയ്തു അലങ്കാരമാക്കി നല്ലതാണ് ചെയ്തപ്പോൾ ഈ സമസ്തക്കാരൊക്കെ മുഴുവൻ രാത്രി വദ്ദാത് കുത്തുവേറ്റുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതിലേക്കാണ്. പല അനാചാരങ്ങളും മരിച്ചു വീട്ടിൽ ഓതേണ്ടത്, ദിക്റും മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നത്, അതേപോലെ ഖബറിങ്ങിൽ മയ്യിത്ത് വെക്കുമ്പോൾ തബാറക്ക് ഓതേണ്ടത്, ഇതൊന്നും എന്തല്ല അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ മരിച്ചവർക്കുള്ള ഓതാളല്ല ഖുർആന്. ജീവിതകാലത്ത് നമുക്ക് ഉപദേശമാണ് ഖുർആന്. മനസ്സിലാണ്ട? ജീവിതകാലത്ത് നമുക്കുള്ള ഉപദേശമാണ് ഖുർആനുള്ളത്. മരിച്ചതിന് ശേഷം ഓരോ ഖബറുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? പഴയ കാലത്തൊക്കെ കുയ്ക്കപ്പേര വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച പൈസ വാങ്ങി സോഫോ ഖബറിന്റെ മീതെ കുത്തുങ്ങാണിങ്ങനെ ഇടമുറാതെ ഓതുക. മനസ്സിലാണ്ട? അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോണ്ടോ അള്ളാഹു പറയാം. അതൊക്കെ ഒന്നും അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല, തന്നല്ല. നമ്മളെ അമലുകൾ നമുക്കെന്ത് വേണം? നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫർദ് സുന്നത്തായ കർമ്മങ്ങൾ ശിർക്ക് ബിദ്അത്ത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് നമ്മൾ ജീവിതകാലത്ത് ചെയ്യണം. അതാണ് നമുക്ക് കിട്ടുക. നമ്മളെ നാഫിയായ ഇൽമുകൾ അതെന്ത് ചെയ്യുന്നു? അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ ഇൽമ് പഠിപ്പിക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ മരണശേഷം ആ കുട്ടി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവനും അമൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രയോജനമൊക്കെ നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. മക്കളാകട്ടെ, ആരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, ഖിയാമത്ത് നാൾ വരെ നമുക്ക് എന്ത് ചെയ്യുന്നു? അമൽ കിട്ടി. നമ്മൾ മദ്രസ പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഹദീസ് പഠിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ഇൽമാണ്. ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്രയോജനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നല്ലാതെ നമ്മൾ മരിച്ചതിന് ശേഷം അടുക്കത്തെ ഓതിയിട്ട് അതിന് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതിയാൽ എന്താവുന്നു? അത് ബിദ്അത്താണ്, വലാത്താണ്. എന്തെല്ലാം ശിർക്കില്ല. അത് പറയാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീനം കൊണ്ടാടുക അത് ബിദ്അത്താണ്. നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. രണ്ട് ആഘോഷങ്ങളാണ് നമുക്കുള്ളത്. അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മനസ്സിലാണ്ട? അപ്പൊ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നത്. ഇപ്പൊ ചില ആളുകളൊക്കെ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. അതെന്താവുന്നു? ബിദ്അത്താണ്. അത് ശിർക്കല്ല. അതുകൊണ്ട് സ്ഥിതി അമൽ സ്വീകരിക്കില്ല അല്ലാഹു തആല. മനസ്സിലാണ്ട? ഞാൻ തുടങ്ങുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ചിലർ സയ്യിദനാ മുഹമ്മദ് പറഞ്ഞു.
സ്വലാത്തു ചൊല്ലുമ്പോൾ അല്ലാഹു സയ്യിദനാണ്. ഈ സയ്യിദനാണ് നബിസ്വലം പഠിപ്പിച്ചതില്ല. നമസ്കാരത്തിൽ അതേപോലെ തഹയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സയ്യിദ മുഹമ്മദ് ചില കൂട്ടിച്ചൊല്ലും. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അങ്ങനെ പഠിപ്പിക്കുന്ന സയ്യിദന മുഹമ്മദ് പഠിപ്പിച്ചതില്ല. അപ്പൊ നമുക്ക് പഠിപ്പിച്ചു തരാത്തത് ചേർക്കുക സ്വലാത്തിൽ. അപ്പൊ അത് വിദേഹത്താണ്. അത് പറയാനാണ് ഞാൻ അക്കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയത്. വിദേഹത്ത് ചെയ്യുക അതെന്താവുന്നു ഷർഉൽ മത കാര്യങ്ങൾ വെച്ച് ഷറാണ്. അപ്പൊ എന്തുണ്ട് വിദേഹത്ത് രണ്ട് വിധമുണ്ട്. ഒന്ന് ശിർക്കായ വിദേഹത്ത്, മറ്റൊന്ന് ശിർക്കല്ലാത്ത വിദേഹത്ത്. അപ്പൊ ശിർക്കല്ലാത്ത വിദേഹത്ത് എന്നാണ് ഉദാഹരണം ഇപ്പൊ ഞാൻ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ശിർക്കായ വിദേഹത്തോ ഓഫാത്ത നബീനോട് പാപം എന്തിടുക, ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മുത്തുനബിയെ രക്ഷിക്കണേ, വൈദ്യങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, ഇതൊക്കെ എന്താവുന്നു ശിർക്കായ വിദേഹത്തുകളാണ്. എല്ലാം വിദേഹത്ത് തന്നെയാണ്. അതാണ് നബിസ്വലം പഠിപ്പിച്ചൊന്നുമില്ല. മരിച്ചുപോയ മഹാത്മാക്കളോട് സാഹിത്യമൊക്കെ സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തില്ല. മുത്തുനബിയോട് പാപം നേടാൻ നബിസ്വലം പഠിപ്പിച്ചു കൊടുത്തില്ല. അതൊക്കെ വിദേഹത്താണ്. അപ്പൊ എന്താവുന്നു നബിസ്വലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ദീനിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ അത് നമ്മൾ ചെയ്താൽ അതാണ് വിദേഹത്ത്. മനസ്സിലായില്ലേ? വിദേഹത്ത് രണ്ട് വിധം. ഒന്ന് ശിർക്ക് എത്തിപ്പെട്ട വിദേഹത്ത്, മറ്റൊന്ന് ശിർക്കിൽ എത്തപ്പെടാത്ത വിദേഹത്ത്. രണ്ടായാലും ശരി എന്താണ് ഉപേക്ഷിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞു വരുന്നത്. അപ്പൊ ഷിർക്കിൽ നിന്നും വിദേഹത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കുക. അതാണ് ഒന്നാമതായി. പിന്നെ ഫർളും സുന്നത്തുമായ കർമ്മങ്ങൾ ചെയ്യുക. അതിനെന്ത് വേണം? ഇൽമ് വേണം. ഇൽമുണ്ടെങ്കിലേ നമുക്ക് തിരിച്ചു വരുള്ളൂ. കാരണം പോയി തന്നെ വാപ്പമാർ ചെയ്തു പോകുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയാൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകും. നബിസ്വലമിനെയാണ് നാം പിൻപറ്റേണ്ടത്. കഴിഞ്ഞ ദിവസം അർഫ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. എന്ത് ഊന്നി പറഞ്ഞ് നബിസ്വലമിനെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞു. പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെ. അള്ളാഹു സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. മനസ്സിലാണ്ട? അതുകൊണ്ട് അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തഖ്വ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വളരെയധികം ശ്രദ്ധ ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തി ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ആ പിശാചിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാച് എന്ന് പറഞ്ഞ ജന്തു നമുക്ക് കാണുന്നതുകൊണ്ട് കാണാൻ പറ്റാത്ത ജന്തുവാണ്. അല്ലാഹു തആല മനുഷ്യരെ ശ്രദ്ധിക്കുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നത്? ഇബ്ലീസ് ശ്രദ്ധിച്ച് ജിന്നുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായ? ആ ഒരു പ്രകാശം കൊണ്ടാണ്, അതല്ല തീ കൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. മലക്കുകളെയാണ് പ്രകാശം കൊണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് മലക്കുകൾക്കും ജിന്നുവും ഒക്കെ നമ്മളെ കാണാൻ പറ്റും, പക്ഷെ അവരെ നമുക്ക് കാണാൻ പറ്റൂല. എന്നാൽ മലക്കുകളും ജിന്നൊക്കെ മനുഷ്യരൂപത്തിൽ വന്നാലോ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യന്മാരോട് സഹായം ചോദിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ ഏതോ മനുഷ്യൻ വന്നു. സുഹാസിമയുടെ സദസ്സിൽ ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ വന്നു. ദീൻ ചോദിച്ചു അറിഞ്ഞുകൊണ്ട് എന്താണ് ഈമാൻ ഇസ്ലാം കാര്യം, എന്താണ് ഇസ്ലാം കാര്യം ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ശേഷം എല്ലാം സമ്മതിച്ചുകൂടാതെ അയാൾ പുറത്തു പോയപ്പോൾ സാഹിബന്മാരോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആളെ കാണുന്നില്ല. നിങ്ങളറിയോ? ഇല്ല, അത് ജിബ്രീലായിരുന്നു പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ എല്ലാവരും കണ്ടു, ആളെ കണ്ടു. പക്ഷെ എന്നല്ല, മനുഷ്യരൂപത്തിൽ അല്ലാത്ത രൂപത്തിലൂടെ ജിന്നിനോ മനസ്സിൽ നമുക്ക് കാണാൻ പറ്റൂല. അവർക്ക് നമ്മൾ കാണാം. അവർക്ക് രക്തം സഞ്ചരിക്കുന്നിടത്ത് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ മലക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നു. ജിന്നോ ചീത്ത ഉപദേശങ്ങളാണ് നൽകുക. അതിന് മുരട്ട് സ്വഭാവക്കാരനാണ്, അവനാണ് നമ്മളെ വഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഠിനമായി നമ്മൾ സൂക്ഷിക്കുക. അപ്പൊ സൂക്ഷ്മമായ വിഷയത്തിലാണ് അപ്പൊ നമ്മളുള്ളത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് പിശാചിനെയാണ്. കാരണം അവൻ മുരട്ട് സ്വഭാവക്കാരനാണ്. ആരെ? മുരട്ട് സ്വഭാവക്കാരനാണ്. ആരെടാ? ആരെ മുരട്ട് സ്വഭാവക്കാരൻ? ആരെ പറ്റി പറയുന്നത്? പിശാച്. നമ്മൾ ഓതിയില്ലേ? സഫാത്തിൽ ഓതിയില്ലേ? ഒരായത്ത് ഓതി ശ്രദ്ധിക്കുന്നുണ്ടോ? മുരട്ട് ശീലക്കാരനായ പിശാച് മാരിത്.
ഷൈത്താനും മാരിത് മറ്റു ശീലക്കാരൻ കുറുമ്പ് ശീലം ഇത് നമുക്ക് ഉണ്ടായിക്കൂടാ. കിബറ് അഹംഭാവം അത് നമുക്ക് ഉണ്ടായിക്കൂടാ. അത് പിശാചിന്റെ സ്വഭാവമാണ്. നമുക്ക് സൽസ്വഭാവമാണ് ഉണ്ടാവേണ്ടത്. സത്യവിശ്വാസികൾക്ക് പരസ്പരം കുറുമ്പും പിണക്കും ഉണ്ടായിക്കൂടാ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അക്കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിശാചിന്റെ സ്വഭാവം, മുനാഫിക്കിന്റെ സ്വഭാവം ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. എന്ത് സ്വഭാവം? കുറുമ്പ് കാട്ടുക, ധിക്കാരം കാട്ടുക. അവൻ ചെയ്യുന്നു, അവനോട് അള്ളാഹ് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓൻ സുജൂദ് ചെയ്യില്ല. എന്ത് പറഞ്ഞത്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിപ്പിച്ച ആദമിന് സുജൂദ് ചെയ്യോ? ഞാൻ അവനേക്കാൾ ഹൈറ ഉത്തമാണ്. അങ്ങനെ തെറ്റ് ചെയ്തുവാൻ അങ്ങനെ പരിശ്രമിച്ചതുമില്ല. ആദ്യമേ തെറ്റ് ചെയ്തു. തിന്നാൻ പാടില്ലാതെ വൃക്ഷത്തിൽ നിന്ന് തിന്നു. അതിനാണ് ഇസ്ലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും തെറ്റ് ചെയ്തു. തിന്നരുതായിരുന്നു, അതിന് തിന്നു. അപ്പോഴെന്ത് ചെയ്തു? അത് ബോധം വന്നു, അവർ ബേജാറായി. അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു പ്രാർത്ഥന. അത് പ്രാർത്ഥിച്ചു. റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മനസ്സിലായ? അപ്പൊ ആദം നബി ഇസ്ലാം എന്ത് ചെയ്തു? ഫതാബാലി, അള്ളാഹ് പുറത്തു കൊടുത്തു. ഇബ്ലീസോ പശ്ചാത്തപിച്ചില്ല, പ്രാർത്ഥിച്ചില്ല അള്ളാഹിനോട്. അള്ളാഹ് പുറത്തു കൊടുത്തുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന് ചെയ്യരുത്, നിരാശരാകരുത്. ഭൂമി നിറയെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ശരി, കേസ് മടങ്ങി പാപം തേടിയാൽ അള്ളാഹു തആല ഗഫൂർ റഹീമാണ്. അല്ലാതെ ആരാ പാപം പൊറുക്കുക എന്ന ഖുർആൻ ചോദിച്ച്? അല്ല പാപം പൊറുക്കുന്ന ആരുമില്ല. ഇല്ലാത്ത നീ അല്ലാതെ പാപം പൊറുക്കുന്നവനൊന്നുമില്ല, ആരുമില്ല. നിശ്ചയമായിട്ട് മറുപടിയും പറഞ്ഞു. എന്നിട്ട് പോലും സമസ്തക്കാരൻ ചെയ്യുന്നു, ഇത്തിരിയേ പാപം കൊടുത്തേനെ 25,000 അന്ന് സമ്മേളനം കൂട്ടിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. മനസ്സിലാണ്ട? ശ്രദ്ധിക്കണം. എന്തിന്? ഇവർ ആയത്ത് ഓതി അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, എന്നെ പോലെ അൽ മനസ്സിൽ എന്ന ആയത്ത് ഓതി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മരിച്ചവരോട് സഹായം ചെയ്യിക്കാൻ, അത് ഇസ്തിയാസയാണ്, തൗസുലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു. അന്ന് അള്ളയും റസൂലും ഈ ഖുർആനും ഹദീസും അള്ളാഹ്ക്കും, ഈ ഖുർആൻ അവതരിച്ച് മുഴുവൻ അള്ളാഹു തന്നെയാണല്ലോ. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരോട് സഹായം ചോദിച്ചോ? വഫാത്തായ പ്രവാചകന്മാരുടെ പാപം തേടിയോ? ഇല്ല. അതൊക്കെ ശിർക്കാണ്. അത് വിട്ടിക്കാൻ വേണ്ടി ആണല്ലോ നബി പ്രവാചകനായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി ചെയ്യാത്ത പ്രവൃത്തി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരായത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലും മരിച്ചവരോട് സഹായം ചെയ്യിക്കാനോ വഫാത്തായ പ്രവാചകനോട് പാപം തേടാനോ പാടുള്ളതല്ല. ശിർക്കാണ്, ബിദഅത്ത് കൂടിയാണ്. മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്നിട്ട് കാരണം ഇതാരെ ചെയ്യിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരുന്നത്. മുരട്ട് ശീലക്കാരനായ പിശാചാണ് നമ്മൾക്ക് ഇതൊക്കെ ചെയ്യിക്കേണ്ടത്. അവനെന്ത് ചെയ്യുന്നു? അത് നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുന്നു, ദുർമന്ത്രം നടത്തുന്നു. ഇത് ചെയ്തോ ഏതുമാതിരി അതൻ ഹവ്വാ റളിയല്ലാഹു അൻഹു അവരെന്ത് ചെയ്തു? തെറ്റിലേക്ക് കൊണ്ടുപോയി ദുർമന്ത്രം നടത്തി ഭംഗിയായി കാണിച്ചു കൊടുത്തു. പല കുസൃതികളും ഹൃദയത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അതിന് രക്ഷ തേടാനായി അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാണ്ട? ശ്രദ്ധിക്കണങ്ങൾ. മുരട്ട് ശീലക്കാരനായ കുറുമ്പനായ ആ പിശാചിൻ സ്വഭാവം നമുക്ക് ഉണ്ടായിക്കൂടാ. അനുസരണക്കേട്, അവൻ്റെ അനുസരണക്കേടാണ്. ഇന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടുതരം പറയുക, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ തട്ടുതരം പറയുക, എതിർക്കുക. എനിക്കങ്ങനെ പറ്റൂല, എനിക്കിങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ സ്വഫ് വെക്കാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ, ഇങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ വെക്കാൻ പറ്റൂല, എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ദുസ്വഭാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഫൂക്കും ചുവ്വ് അഖീമു സുഫിന് കെട്ടുക, അഖീമു അത്രാസു ചുവ്വിൽ നിൽക്കുക.
ചില ആളുകൾക്കാണ് രണ്ട് വിരലുകൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കാണിക്കുന്നത്. നേരാക്കിയിട്ട് കിബിലത്തിനൊക്കെ ചുവ നിൽക്കുക, ഇടവില്ല, കൂർന്ന് നിൽക്കുക. അക്കീമോ ത്രാസു. ഇമാം എന്ത് വേണം? സ്വാമിയോട് പറയണം. നിശ്വസികൾ പറഞ്ഞിരുന്നു, സൊഫും സൊഫും ശരിയാക്കുക. സൊഫിൻ്റെ പൂർത്തീകരണം നമസ്കാരത്തെ പൂർത്തീകരണമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ നേരാക്കി ആരെങ്കിലും പൊന്തി ആണ്ട് നിൽക്കുന്നത്, അപ്പോൾ അവിടെ തരച്ചു കൊണ്ടിരിക്കുക. ഒരു മട്ട സ്വഭാവം, ഒരു കുറുമ്പ്. എന്നൊക്കെ അങ്ങനെ പറ്റൂല. ഇങ്ങനെ വെക്കുന്ന ഒരാളോട് തിരിച്ച് വിരൽ വെച്ചോളോട് ഇങ്ങനെ വെച്ചാലും പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ഇത് പറ്റൂലെങ്കിലോ നിങ്ങൾ സാധിക്കാത്ത എന്താ സാധിക്കായി? ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ എന്നാൽ അപ്പോൾ അവിടെ ചെറുതറക്കാം. എപ്പോഴേ ഇഖാമത്ത് കൊടുത്തു നിസ്കരിക്കാൻ നേരത്തെ ഇമാമും തിരിഞ്ഞ് പറയാണ്, ഒരു ചൂട് നിൽക്കി ഉടനോട് നിൽക്കി ഇന്ന് വരുമ്പോൾ അവിടെ നിൽക്കണം. ഏതോ ഒരു കാലത്ത് കൊറോണൻ്റെ കാലഘട്ടത്തിൽ 1 മീറ്റർ അകലെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു അത് കഴിഞ്ഞില്ലേ? ഇപ്പം എന്ത് കൊറോണ? അള്ളാഹ് റസൂൽ അന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഗവൺമെൻറ് അനുസരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ശിക്ഷിക്കപ്പെടുന്നതൊക്കെ ഇതൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആ മുരട്ട സ്വഭാവം നമുക്ക് ഉണ്ടായിക്കൂടാ, കുറുമ്പ് കാട്ടിക്കൂടാ. ചില ആളുകളൊക്കെ ഉണ്ട് കല്യാണത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുള്ളത്? എൻ്റെ മൈൻഡ് വലിയ ആൾക്കാരൊക്കെ ആണോ? അല്ലെങ്കിൽ ഒരു കുതിരച്ചാട്ടം, എനിക്ക് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകാണ്ട്. ഭക്ഷണങ്ങളൊക്കെ തന്നെ വലിയ മഹാന്മാരായ ആളുകൾക്ക് ഓരോ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമായിട്ട് ആവില്ല. സാധുക്കൾ വലിയ കല്യാണ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഭക്ഷണം നോക്കുക, കുത്തിറങ്ങാണ്ട് അപ്പം തന്നെ എഴുന്നേക്കുക. ഞാൻ ഉദ്ദേശമായി ആയില്ല എന്നുള്ളതൊക്കെ ഒരു കുറുമ്പ് കാട്ടല്ല. ഇതൊന്നും എന്തല്ല കുറുമ്പ്, അതൊക്കെ പിശാചിൻ്റെ സ്വഭാവമാണ്, കിബറാണ്. അത് ചെയ്യണം നമ്മൾ ഉണ്ടായിക്കൂടാ. നമ്മളെ തന്നെ എന്ത് ചെയ്യുക? നന്നാക്കുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ദുസ്വഭാവങ്ങളിലൂടെ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇതിൽ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് നമ്മൾ സത്യവിശ്വാസികളായ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുക. ഇത് സൽസ്വഭാവം. അഹ്ലാഖ് അള്ളാഹു പ്രാർത്ഥിക്കുക, സൽസ്വഭാവത്തിൽ നയിക്കണമേ. പ്രാർത്ഥന കൊണ്ടുവരിക. ഹസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം, അത് വളരെ പുണ്യം കെട്ടൊരു കാര്യമാവും. ഒന്നും കൂടി മനസ്സിലാക്കുക. ആ പിശാചിൻ്റെ സ്വഭാവം ഇതിലേക്ക് പോകാതിരിക്കുക. പിശാച് നമ്മൾ ചെയ്യുന്നു വഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ധിക്കാരം, കുറുമ്പ്, പോക്കിരി സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നു. അതെന്ത് ചെയ്യുക? അതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുക, പെടാതെ സൂക്ഷിക്കുക. അന്ധവിശ്വാസം അനാചാരങ്ങളേക്കും അവൻ ചെയ്യുന്നോ ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരങ്ങ് കൊണ്ടുപോകുന്നു. സമസ്തക്കാരെ ഒക്കെ ആദ്യം സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആകെ 1921 ഐക്യസംഖ്യ ഉണ്ടായിരുന്നത്. എന്തിനാണ് ഐക്യസംഘം ഉണ്ടാക്കിയത്? അന്ത പണ്ഡിതന്മാരെല്ലാം കൂടി ഒരു ഐക്യസംഘം ഉണ്ടാക്കി. ഒന്നും സമസ്തയില്ല, മുജാഹിദില്ല, ഒന്നുമില്ല. ഐക്യസംഘം ഖുർആൻ ഹദീസും അനുസരിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യുക. അന്ധവിശ്വാസം അനാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഐക്യസംഘം 1921 ഉണ്ടാക്കിയത്. ആ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പണ്ഡിത സംഘടന രജിസ്റ്റർ ചെയ്തു. അന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ശേഷം പ്രമേയമായി എഴുതി പാസ്സാക്കി എന്താണ്? ഖുർആൻ നബി സ്ഥാപിച്ച് ചോദിച്ച മാർഗം. അത് ആയിരുന്നു ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം, സൽഫി മൻഹജ്. നബി സ്ഥാപിച്ച് ചോദിച്ച മാർഗം ഒരേ ഒരു പ്രമേയം. അതനുസരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ കുറേ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയി. എന്നിട്ട് വേറെ സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതൊരു പ്രമേയമേ അവർ പിന്നാലെ 6ാം സമ്മേളനത്തിലും 5ാം സമ്മേളനത്തിലും 7ാം സമ്മേളനത്തിലും അത് ആവർത്തിച്ച് ഇതില്ലാതെ എന്ത് ചെയ്തു? പാസ്സാക്കിയെടുത്തു. എന്തെങ്കിലും പ്രമേയം മനസ്സിലാക്കണം. 31ഓളം കാര്യങ്ങളായ പ്രമേയത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെ സൂര്യനിയറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ആ പ്രമേയത്തിന് പിന്നാലെയാണ് അവർ. അതെന്താ? കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നു താഴെ പറയുന്ന കാര്യങ്ങൾ. ഇന്ന് 31ഓളം അനാചാരങ്ങൾ മറ്റുപോയി മഹാന്മാരോട് സഹായം ചോദിക്കലൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ 31 അനാചാരങ്ങളിൽ ഒന്ന് മാത്രം ആണ് നമ്മളിപ്പോൾ പറഞ്ഞ് മരിച്ചുപോയവരോട് സഹായം ചോദിക്കാറുള്ളത്. മനസ്സിലാണ്ട? അത് എന്താകുന്നു? ആ പ്രമേയം
നമ്മളെ ഒരേ ഒരു അതുണ്ടാവുന്നു, ശിർക്കും ബിദഅത്താവുന്നു. കേരളത്തിൽ മുസ്ലിമുകൾ ചെയ്തു വന്നെങ്കിൽ നമുക്ക് ദീനിൽ മാതൃകയാവുക. കേരളത്തിൽ മുസ്ലിങ്ങൾ ഏത് കാലത്ത് 1400 വർഷത്തിന് ശേഷമല്ലേ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണ്ട. കേരളത്തിൽ മുസ്ലിങ്ങൾ എന്നാണ് 1400 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നത് നമുക്കിങ്ങനെ മാതൃകയാവില്ല. നമ്മളോ ഇബിൻ സാബിത്ത് മാർഗം നമ്മളെ പ്രമേയം മനസ്സിലാണ്ട. കേരളത്തിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്ന താഴെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പ്രമേയം ഉണ്ടാക്കുന്നത്. 31 ആചാരങ്ങൾ ഇതിനൊക്കെ ഇവരുടെ മതാനുഷ്ഠാനങ്ങളാകുന്നു മനസ്സിലാണ്ട. അത് ശിർക്കാണോ ബിദഅത്താണോ എന്ന് പറഞ്ഞാൽ അവർ സുന്നികളല്ല. അതിന് ഇമാമത്തെ പറ്റൂല, ഖാസി സ്ഥാനത്ത് പറ്റൂല. ഇന്ന് യോഗം തീരുമാനിച്ചിട്ട് യോഗം റസൂൽ തീരുമാനിച്ചല്ല. ഗൗരവങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ പ്രമേയത്തിനെതിരെയുണ്ടാക്കിയ പ്രമേയം 31 കാര്യങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ ഖുർആൻ ഹദീസ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ള നമ്മളെ പ്രമേയം. നബി സാഹിബ് ജീവിച്ച മാർഗം അത് ആര് പറഞ്ഞു? വിശ്വാസം പറഞ്ഞതാണ്. മാ അനാലൈ വസാബി, ഞാൻ എൻ്റെ സാബത്ത് ചെയ്ത മാർഗത്തിലാണോ ആ മാർഗം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മനസ്സിലാണ്ട. അവരുടെ പ്രമേയം നമ്മളെ പ്രമേയം തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. മറ്റ് മനുഷ്യന്മാരെ എഴുതിയിലൊക്കെ പ്രമേയമാണ്. ക്രിസ്ത്യാനികളാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിയുണ്ടാക്കിയവർക്ക് അവരുടെ സമയത്ത് ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കി ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അങ്ങനെ എഴുതിയുണ്ടാക്കിയിരുന്നു. അതേപോലെ ഖുർആൻ ഹദീസൊന്നുമില്ല, പ്രമാണങ്ങളൊന്നും കൂടാതെ സഭ കൂടി എഴുതി പാസ്സാക്കുക. സമസ്ത പ്രമേയം അങ്ങനെയാണ്. അപ്പം അതിന് പിന്നാലെ പോയാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഇത്തഖുല്ലാഹ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളിക്കണം. സമസ്ത പ്രമേയത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ആഹ്വാനം കൂടിയാണ് അതിലുള്ളത്. അതിനെങ്ങനെ വിശേഷിച്ച് തരുന്നത്? മറ്റ് സ്വഭാവക്കാരനായ പിശാച്, കുറുമ്പൻ നമ്മളെന്ത് ചെയ്യുന്നു? ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി കുത്തിറങ്ങാൻ നല്ലതാണ്, ചെയ്തോ പുരിവരന്മാരൊക്കെ ചെയ്തു പോയി നിൽക്കുന്നത്. അവരൊക്കെ മഹാന്മാരല്ലേ, ഒരുപാട് പണ്ഡിതന്മാർ ഒരു ലീസ്റ്റാണ്ട് ഉദ്ധരിക്കും. അതൊക്കെ ചെയ്തു പോയി നിൽക്കുന്നത്. മഹാന്മാരായ ഇമാമികളുണ്ടാവും, അവരൊക്കെ ചെയ്തു പോകും. ഇവരെ സ്ഥാപിക്കുകയാണ്. അപ്പൊ അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ആരെങ്ങളോട് പറഞ്ഞു? അത് അള്ളാഹുവിൻ്റെ തീർത്ഥല്ലേ. ആരാണ് സ്വർഗത്തിൽ, ആരാണ് നരകത്തിൽ എന്ന് വഫാത്തിന് ശേഷം വഹി ആരും നൽകിയിട്ടില്ലല്ലോ. വഹി നൽകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഒരാൾ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റൂല. ഔലിയാക്കന്മാരെ ആണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് ജാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരാളുകൾക്ക്. പല ഔലിയാക്കന്മാരെന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു. ഇവർക്കൊക്കെ ജാരങ്ങളുണ്ടാവും. ചിന്തിച്ചു നോക്കുക. സാഹിബാര്യന്മാർ 10 സാഹിബന്മാർ സ്വർഗത്തുകാരാണ് ലക്ഷ്യപ്രദേശത്തിന് സർട്ടിഫിക്കറ്റ് നൽകി. അവർക്ക് ജാരങ്ങളുണ്ടോ? ഇല്ലല്ലോ. സൗദി അറേബ്യയിൽ എവിടെ ജാരങ്ങളുണ്ടാവും? വഫാത്തിന് ശേഷം ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിലുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഇന്ന് അക്രവും എന്നുള്ള എത്താക്കും അള്ളാഹുവിൻ്റെ ആരാധന തഖ്വയുള്ളവരാണ്. ഏറ്റവും തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ആദരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ആരൊക്കെയാണ് തഖ്വ? ഹൃദയത്തിലാണ് തഖ്വ ഉള്ളത്. അത്തഖ്വ ഹാവുന, അവിടെയാണ് ഹൃദയത്തിൽ തഖ്വ ഉള്ളത്. അത് പരിശോധിക്കാനുള്ള മെഷീൻ യന്ത്രം നമ്മളിട്ടില്ല. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല. ഇന്നാൾ ഔലിയാണ്, അവർക്ക് വിചാരണ ഉണ്ടാക്കുക, നിങ്ങൾ ഓരോ സമയം സങ്കടം പറയുക. ഇതൊന്നും നമുക്ക് ഒരാളെ ഔലിയാക്കാനോ മോശക്കാരനാക്കാനോ നമുക്ക് എന്തല്ല പാടുള്ളല്ല. നമ്മൾ മോശമായി കഴിഞ്ഞ ആള് അവസാനം എന്ത് ചെയ്യുന്നു? നന്നായി തൗഹീദ് മരിച്ചാൽ സ്വർഗ്ഗമൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. 100 ആളെ കൊന്ന ആൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്ത് സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന് അള്ളാഹു തആലയൊക്കെ പുറത്തു കൊടുത്തു, സ്വർഗ്ഗത്തിന് അവകാശിയാക്കി മാറ്റി. നമ്മളെ കാഴ്ചപ്പാട് 100 ആളെ കൊന്ന ആളാണ്, ആ നരകത്തിന് ആളാണ് എന്നല്ലേ നമ്മൾ കണക്കാക്കൽ പറ്റൂല. ഒരാൾ സ്വർഗത്തിൻ്റെ ആള് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു, സ്വർഗത്തിൻ്റെ ആള് ആണ് നമ്മൾ ധരിച്ചാൽ അവസാനം ഈമാൻ തെറ്റി നരകത്തിൽ അയാളേക്കാം നമുക്കറിയില്ല. അതുകൊണ്ട് ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ എന്നുള്ള എന്തെയല്ലേ അള്ളാഹുവിനെ അറിയുന്ന കാര്യമാണ്. അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. നമുക്കത് തീരുമാനിക്കാൻ പാടില്ല.
പൂർവികന്മാരെ ആളുകളൊക്കെ തന്നെ അവർ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെളിവല്ല. അള്ളാഹ് റസൂൽ ചെയ്തിക്കണോ? അള്ളാഹിന്റെ സാഹിബ് റസൂലിനെ പിൻപറ്റി സാഹിബിമാർ നബി സാഹിബ് മാർഗത്തിലുണ്ടോ? അതാണ് നാം മനസ്സ് നോക്കേണ്ടത്. വാദപ്രതികാരങ്ങളൊക്കെ വരും നടക്കുമ്പോൾ ജിന്നോട് സഹായം ചോദിക്കാൻ ഈ വൈഫായ ഹദീസ് ധരിച്ചുകൊണ്ട് പറയും, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മഹാന്മാരൊക്കെ അമൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് ആയിക്കോട്ടെ ചെയ്തോട്ടെ, ആർക്കും എങ്ങനെ ഇവിടെ ജീവിച്ചൂടെ ചെയ്തൂടെ. പക്ഷേ ആരാണ് തഖ്വയുള്ളത്, ആരാണ് തഖ്വ ഇല്ലാത്തത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിന് പിൻപറ്റാൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇമാമിങ്ങളെ പോലും പിൻപറ്റാത്തവരല്ലേ, പാടില്ല. റസൂലുള്ളാഹിനെയാണ് പിൻപറ്റേണ്ടത്. ഇമാമിങ്ങൾ വരെ പറഞ്ഞു എന്ത് ചെയ്യരുത്, ഹദീസ് സഹിയായി വന്നാൽ അതുങ്ങൾ സ്വീകരിച്ചോളി. അതിന് പിൻപറ്റാൻ അവരും പറഞ്ഞത്. ഞങ്ങളെ പിൻപറ്റിക്കോളി എന്ന് ഒരു ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്യുന്നു, ഹദീസ് ഏതാ സഹിയായി കിട്ടിയത് അത് പ്രകാരം ജീവിച്ചോളി എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, കാര്യം ഓർക്കണം. നബി കാലഘട്ടത്തിൽ സ്ത്രീകളെ പള്ളിയിൽ പോയിരുന്നു. നബി പറഞ്ഞു എന്തിനു വേണ്ടി പള്ളിയിൽ പോയിരുന്നു? ജുമാ നമസ്കാരത്തിന് പോയിരുന്നു, അതേപോലെ തന്നെ മറ്റുള്ള നമസ്കാരങ്ങൾക്ക് പോയിരുന്നു. നബി പറയുണ്ടായി, നിങ്ങൾ സ്ത്രീകളെ പള്ളിയിൽ തടയരുത്, ആ സമയം ചോദിച്ച് ഞാൻ കൊടുക്കണം. അപ്പോൾ സമസ്തക്കാർ പറയും അവരുടെ വീടല്ലേ അവർക്ക് ഉത്തമം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ തന്നെ ഫർളല്ലാത്ത എല്ലാ കാര്യത്തിനും വീട് തന്നെയാണ് ഉത്തമം. നബി പറയുന്നുണ്ട്, നബി പറഞ്ഞു ഫർളല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും സുന്നത്തായ കർമ്മങ്ങൾക്ക് ഒക്കെ തന്നെ വീടാണ് ഉത്തമം. എന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും എന്താണ് ഫർള് നമസ്കാരങ്ങൾക്ക് ഉത്തമം എന്താണ്? പള്ളിയാണ്. അത് അവിടെ വെച്ച് നമസ്കരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സുന്നത്തായ കർമ്മങ്ങൾക്ക് സുനസ്കാരങ്ങൾ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സമസ്തക്കാരെ ആളുകൾ വളരെ വിമർശിക്കാറുണ്ട്. സ്ത്രീകളായ നമ്മുടെ സഹോദരന്മാർ, ഉമ്മ പെങ്ങന്മാർ പള്ളിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് അവർക്ക് വീടാണ് ഉത്തമം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. നബി പള്ളിയിൽ സ്ത്രീകൾ വന്നിരുന്നല്ലോ. പള്ളിയേക്കാൾ ഉത്തമം വീടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് സ്ത്രീകൾ പറഞ്ഞോ? ഇല്ലല്ലോ. പെരുന്നാൾ നമസ്കാരത്തിന് പോലും പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ പള്ളിയിൽ വെച്ചാൽ നടത്തിയിരുന്നത്, മൈതാനത്തിൽ വെച്ചാൽ നടത്തിയിരുന്നത്. ഒരൊറ്റ ഹദീസാണ്, ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം പള്ളി വെച്ച് നമസ്കരിച്ചു. അത് മഴയായിരുന്നു എന്ന് കാരണത്താൽ. പക്ഷെ മഴയായാലും പള്ളിയായാലും മൈതാനായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി പന്തലാ. ഈ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിയായാലും നനയും. അത് ഹദീസ് റഈഫാണ് എന്നാണ് പറയപ്പെടുന്നത്, സഹിയല്ല. മസ്ജിദ്കാര്യങ്ങൾ അതേപോലെ തന്നെ പെരുന്നാമസ്കാരങ്ങൾ ഒക്കെ മൈതാനത്തിൽ വെച്ചാണ് നമസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ഈ എന്തായിരുന്നു, ഈത്തപ്പനം മട്ടലൊക്കെ ഇട്ടുകാണ്ട് ഉള്ള ഒരു പത്തമായിട്ട് വാർക്കൊന്നുമല്ല. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഉറ്റുവൊക്കെ ചെയ്തിരുന്നു. അക്കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മൈതാനത്തിലേക്ക് പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് എല്ലാ സന്ദർഭവും പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അശുദ്ധകളായ സ്ത്രീകളെ കൂടി പെരുന്നാൾ നമസ്കാരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പിടിച്ചു കൊണ്ടുപോകണം. ഉമിർന, ഞങ്ങളോട് ആജ്ഞാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടു. ആരെ? കന്യകളായ സ്ത്രീകളെ, അശുദ്ധികളെ ഉള്ള സ്ത്രീകളെയും കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പെരുന്നാൾ കാലത്ത് പോകണം. കൽപ്പിക്കാണ്, കൽപ്പനയാണ്.
ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ ഉണ്ടാവും, അത് തമ്മിൽ കൂട്ടിച്ചേരാൻ പാടില്ല എന്ന് വിശ്വാസം അറിയില്ലേ? വിശ്വാസം കൽപ്പിച്ചു. ഇന്ത്യ പറഞ്ഞിട്ട് ദിക്ർ ദുആകളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കട്ടെ, നമസ്കാര സമയം മാറി നിൽക്കട്ടെ, അവർക്കും മൈരുണ്ടാവട്ടെ എന്നല്ലേ പറഞ്ഞ് കൽപ്പിക്കലുണ്ടായത്. അന്യം ആണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങളുണ്ടല്ലോ ഇന്ന് കരുതി നിങ്ങൾ അപ്പം അവർ പേരി തന്നെ ഹൈറാണ് കുത്തമ്മ പേര് കുത്തമ്മ പറഞ്ഞോ? ഇല്ലല്ലോ. ഉമീർന ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു പുറത്തു കൊണ്ടുപോകാൻ സ്ത്രീകളെ. എന്തിന്? പെരുന്നാമസ്കാരത്തിന്. എന്നിട്ടോ അത് പ്രാർത്ഥനകൾ പങ്കെടുക്കട്ടെ, ദിക്ർ ദുആകൾ പങ്കെടുക്കട്ടെ, ഹൈറായ കാര്യങ്ങൾ പങ്കെടുക്കട്ടെ, നമസ്കരിക്കുന്ന സമയത്തിന് മാറി നിൽക്കട്ടെ. അതാണ് നബി കൽപ്പന. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? സ്ത്രീകളെ നിങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഖൈറു സൂഫി റിജാലി അവ്വലുഹാ വശറുഹാ ആഖിറുഹാ വഖൈറു സൂഫി നിസാഇ ആഖിറുഹാ വശറുഹാ അവ്വലുഹാ. പുരുഷന്മാരുടെ സുഫ് പള്ളിയിൽ എങ്ങനെ സുഫ് കെട്ടേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹീഹ് ഹദീസാണ്. പുരുഷന്മാരുടെ സുഫ് ഏറ്റവും ഹൈറായ ഒന്നാമത്തെ സുഫാണ്, ഹൈർ കുറഞ്ഞത് അവസാന സുഫാണ്. സ്ത്രീകളുടെ സുഫോ ഏറ്റവും ഹൈറുള്ളത് അവസാന സുഫാണ്. ഒരു പിന്നിനാണ് സുഫ് കെട്ടിട്ട് വരേണ്ടത്, മോശമായത് മുമ്പൊരു സുഫാണ്. അത് മറിയൊന്നുണ്ടായില്ല നബി കാലഘട്ടത്തിൽ. ഒരിക്കൽ നബി പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പോൾ അവൻ കുറച്ച് മുമ്പ് കണ്ടുപോയി. പിന്നെ നരകം കാണിക്കപ്പെട്ടു. അപ്പോൾ പിന്നിക്ക് വന്നപ്പോൾ എന്തിയായിപ്പോയി? പുരുഷന്മാരുടെ സ്വപ്പ് സ്ത്രീകളുടെ സ്വപ്പ് എത്തി. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും വിശ്വാസത്തിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ നമസ്കരിച്ചിരുന്നു. വിശ്വാസം വിരോധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അടിയാത്തികളെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഇമാ അള്ളാഹി മസാജിദ് അള്ളാഹി എന്ന് പറഞ്ഞു. തടയരുത്. ചേർത്തി പറഞ്ഞു ഹൈറും ലഹുന്ന ഹൈറുലഹുന്ന. എന്തേ പറഞ്ഞത്? ബാബു ചേർത്തിനാണ് ബാബു കൊടുത്തു. അവിടെ വീട് അവർക്ക് ഹൈറാണെങ്കിൽ പോലും അവരങ്ങൾ പള്ളിയിൽ പോരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ തടയരുത്. രാത്രി പോലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അവർ തടയാൻ പാടില്ല എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഇദസ്തൈനകും നിസാഅകും ബില്ലൈലി ഇൽ മസ്ജിദി ഫദ്റുലഹുന്ന. പ്രസിദ്ധ ഹദീസ് റിപ്പോർട്ടകന്മാരായ 5 റിപ്പോർട്ടകന്മാർ, ബുഖാരി മുസ്ലിം അടക്കം 5 റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. രാത്രിയിൽ പോലും നിങ്ങളെ ഭാര്യമാരെ നിങ്ങളോട് സമയം ചോദിച്ചാൽ നിങ്ങൾ തടയാൻ പാടില്ല. നബിക്ക് അറിയില്ലേ? പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല, പള്ളിയിൽ കൊണ്ടാൻ പാടില്ല, അത് അപകടമാണ്. പ്രത്യേക രാത്രി സുബീക്ക് ഇശാക്ക് മഗ്‌രിബ് ഒക്കെ തന്നെ പള്ളിക്ക് പോകാൻ സമയം ചോദിച്ച് കൊടുക്കണം പുരുഷന്മാരോട്. നിങ്ങൾ തടയരുത്. അവർക്ക് വീട് ഹൈറാണെങ്കിൽ പോലും നിങ്ങൾ സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കണം. കാരണം എന്താ? വിശ്വാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, സാഹിബന്മാരുണ്ടായിരുന്നു. എന്തിനാണ് വിശ്വാസമയുടെ പള്ളിയിൽ വന്നാൽ ഖുർആൻ ഹദീസും പഠിക്കാൻ സാധിക്കും, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ക്ലാസ്സുകൾ. അത് ഫർദല്ലേ? വീട്ടിലിരുന്നെങ്കിൽ എങ്ങോട്ടും നമ്മളെ വായു കാലഘട്ടത്തിലുള്ള മാതിരി ഇൻ്റർനെറ്റും മൊബൈലും ബുക്കുകളും ഒന്നുള്ള കാലഘട്ടമല്ലല്ലോ പഴയ കാലഘട്ടം. ഒന്നുമില്ലല്ലോ. വീട്ടിൽ കുത്താൻ എന്ത് കിട്ടുക? ഒരറിവില്ല. ദീൻ പഠിക്കുക, ആ ഫർദ് കൂടി ആ വരവിൽ സാധിക്കുന്നതിൽ എത്ര ദീനുകൾ സാഹിബന്മാർ വനിതകൾ എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പള്ളിയിൽ വന്നു നിസ്വലാസം പഠിച്ചു. ഓരോ വീട്ടിൽ പോയി നിസ്വലാസം ദീൻ പഠിപ്പിച്ചു സാധിക്കുമോ? പറ്റില്ലല്ലോ. ജുമാകളിൽ പങ്കെടുത്തു, അത് പ്രഭാഷണങ്ങളുണ്ട്, എല്ലാ സന്ദർഭങ്ങളിൽ പ്രഭാഷണങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് പങ്കെടുക്കാൻ ഖുർആൻ ഹദീസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസമ്മ പള്ളിയിൽ വെച്ചിട്ട്. അതൊക്കെ കേൾക്കും, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അവരെ കൂടെ നമസ്കരിക്കുന്നു. അതിന് തടയരുത്. ഇവരൊക്കെ പറയുന്ന ആർക്ക് ഉത്തമ വീടാണ്. ഹജ്ജിന് പോയി കൊണ്ടായാൽ പോലും ഹജ്ജിന് തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കുത്തർ നിങ്ങൾ സ്കരിച്ചോളി.
സമസ്തക്കാർ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്, എ പിക്കാർ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതാണ് ഉത്തമം. നമ്മൾ ഗൗരവത്തോടു കൂടിയ കാര്യം ഓർക്കണം. എന്നാൽ കല്യാണത്തിന് പോകുമ്പോൾ പെണ്ണുകൾ ഉണ്ടാകാം, പ്രശ്നമില്ല. ഒരു ബസ് കയറിയെങ്കിൽ ആ പെണ്ണുങ്ങളുണ്ട്, ആ ബസ്സിൽ പെണ്ണുങ്ങളുണ്ടല്ലോ, നമുക്ക് കയറണ്ട, ആരും കരുതലുണ്ടാവും. കല്യാണത്തിന് പെണ്ണുങ്ങളുണ്ട്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് പള്ളിക്ക് അത് വന്നിരുന്ന ആളാണ്. എന്താ പള്ളിക്ക് വരാത്ത ചോദിച്ചു. അവിടെ പെണ്ണുങ്ങളിലുകൊണ്ടാണ് ഞാൻ വരാത്തത്. പെണ്ണുങ്ങളുണ്ട് വെച്ചിട്ട് എൻ്റെ തറവാട്ടിൽ പോകുമ്പോൾ അവിടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്, അനുജൻ്റെ ഭാര്യയുണ്ട്, ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആരുണ്ടല്ലോ, അത് എൻ്റെ തറവാട്ടിൽ പോകാണ്ടിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചോനോട്, ഒരു യാത്ര പോകണം, കല്യാണത്തിന് പോകണേ, നമ്മളെ ഭാര്യയും മക്കളും അല്ലാത്തവരും ഒറ്റകളുണ്ടല്ലോ വണ്ടിയിൽ, ബസ് കയറിയാണ്, അന്യ സ്ത്രീകളുണ്ടല്ലോ, കല്യാണത്തിനുണ്ട് അന്യ സ്ത്രീകളുണ്ടല്ലോ, നമ്മൾ പോകാനൊക്കെ ഉണ്ടാവും. പിന്നെ പള്ളിയിൽ വരുമ്പോൾ പെണ്ണുകളിൽ വിളിച്ച് വരാണ്ടിരിക്കാൻ നമ്മൾ ചിന്തിക്കണം. അതൊക്കെ ഒരു മുരട്ട് സ്വഭാവം, പിശാചിൻ്റെ മുരട്ട് സ്വഭാവം ആണത്. അതിൽ നമ്മൾ വിട്ടുനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പിന്നെ മുൻകടക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ലാ തഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ പ്രവാചകനും മുൻകടന്നും പ്രവർത്തിക്കരുത്. എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അനുദീയമാണ്. അങ്ങനെ വിരോധപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ഫയ്യ നമസ്കാരത്തിനും മറ്റുള്ള ഫല നമസ്കാരത്തിനൊന്നും സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളി, നിങ്ങൾ വരണ്ടാന്ന് നിശ്ചയം കൽപ്പിക്കുമായിരുന്നില്ലേ? നിശ്ചയം കൽപ്പിച്ചില്ലല്ലോ. തടയരുത് എന്നല്ല പറഞ്ഞത്. രാത്രി പോലും സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. മനുഷ്യ സ്വഭാവക്കാരന പിശാച്, സ്വാഭാവിക പിശാച്, കുറുമ്പൻ നമ്മളെന്ത് ചെയ്യും, വഴിയൊഴിപ്പിക്കും. അതിന് ഉപദേശമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന മുടക്കിക്കൊണ്ട് സമസ്കാരടക്കമുള്ള ആളുകളെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൗരവപ്പെട്ട കാര്യമാണത്. ഇൽമ പഠിച്ചാൽ എന്താണ്, എന്തത്ര സ്ഥലങ്ങൾ വന്നാൽ പൊതുവ കേൾക്കും, ഇൽമ പഠിയും. പഠിഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം അനാചാരങ്ങൾ ഇല്ലാതായി പോകും. നമ്മൾ അറബി കോളേജിൽ പഠിക്കുന്ന സിലബസുകൾ പോലും പഴയ കാലത്തൊക്കെ അറബി കോളേജിൽ പഠിക്കുന്ന സിലബസുകൾ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഖുർആനും ഹദീസും ധാരാളമായി ഉണ്ടായിരുന്നു. ഒരു അഫ്ദലുമൊക്കെ പാസ്സായാൽ ബുഖാരി, മുസ്ലിം, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിച്ചറിഞ്ഞുണ്ടാവും, ഇൽമുണ്ടാവും. ഇപ്പോഴോ അതൊന്നും വേണ്ട, സിലബസിന് എടുത്തു കളഞ്ഞു സമസ്തക്കാർ കയറിങ്ങാണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ അഫ്ദലുമൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കി, എങ്ങനത്തെ എന്താ പഠിക്കാനുള്ള ഖുർആൻ, എന്താ ഹദീസ് ഇന്ത്യയിൽ ഉണ്ടോ? വളരെ കുറച്ചുണ്ടെങ്കിൽ ഉണ്ട്. അറബി ഭാഷ പഠിച്ചാൽ മതി. കാരണം എന്താ, ഖുർആൻ ഹദീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ, അവർക്ക് ശിർക്കിനെതിരെ, അവർ പ്രമേയത്തിനെതിരെ നമ്മൾ ശബ്ദിക്കും. അതാണ് ഖുർആൻ ഹദീസും എതിരെയാണ് മറ്റുള്ളവരോട് സഹായപ്പെടുത്തണ ഒഫാത്തെ പ്രവാചകനോട് പാപമോചനം നേടണം. അവർ പ്രമേയങ്ങളൊക്കെ തന്നെ 31 കാര്യം പ്രമേയത്തെ എതിരാക്കിയത്, അതൊക്കെ എതിർക്കും. ഖുർആൻ ഹദീസും പഠിച്ചരുത്. അതാണ് അതിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കേണ്ടത്. പള്ളിയിൽ പോകണ്ട, സ്ത്രീകൾ പള്ളിയിൽ പോകണ്ട, പിന്നെ നമസ്കാരത്തിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവർ പ്രചരണം മുരട്ട സ്വഭാവമാണ്, കുറുമ്പാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ സ്വഭാവമാണ്. അത് നമ്മൾ സ്വീകരിച്ചുകൂടാ. സൽസ്വഭാവം, നല്ല കാര്യങ്ങൾ. നബി സാഹിബ് ജയിച്ച മാർഗം. നബി സാഹിബത്തിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ സ്ത്രീകൾ പോയിരുന്നോ? ഇല്ലേ? പോണം. വിശ്വാസം വിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. സമ്മതം കൊടുക്കാതെ പറയേണ്ടത് ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ. പല ഹദീസുകളും നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം ഹദീസുകളുണ്ട്. വിശ്വാസ കാലഘട്ടത്തിലും അശുദ്ധിയുള്ള സ്ഥലത്തിൽ പോകാൻ പാടില്ല. അല്ലാത്ത സന്ദർഭത്തിലൊക്കെ തന്നെ ദിക്ർ ദുആകൾ ചൊല്ലുന്നതിനും ഖുർആൻ പാരായണം അർത്ഥത്തോട് വായിച്ച് പഠിക്കുന്നതിനൊന്നും തെറ്റില്ല. ഖുർആൻ ഓതാൻ പാടില്ല അശുദ്ധി ഉണ്ടായാൽ എന്നൊക്കെ സമസ്തക്കാർ പറയാറുണ്ട്. പക്ഷെ അവരൊക്കെ അറബി കോളേജിലൊക്കെ പെൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, വലിയ വലിയ പെൺകുട്ടികൾ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു? ഖുർആൻ ഹദീസും ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഉപയോഗിച്ചവരും കാണാൻ പറ്റില്ല. ഹാലുള്ള സ്ഥലത്തും ഒക്കെ സമയത്ത് ഇത് അധികാര ദിക്ര ഉത്ബോധനങ്ങളാണ്. ഇതിനെ മുടക്കിയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. നമസ്കാരിക്കാൻ പറ്റില്ല. ഹജ്ജ് ഉംറ ചെയ്യുന്ന തവാഫ് ചെയ്യാൻ പറ്റില്ല.
അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഹജ്ജ് ഉംറയ്ക്ക് പോയാൽ ഇതേപോലെ അശുദ്ധി ഉണ്ടായാൽ തവാഫ് ചെയ്യാൻ പറ്റില്ല, മസ്ജിദ് കിടക്കാൻ പറ്റില്ല, നബിൻ്റെ പള്ളിയിൽ കയറാൻ പറ്റില്ല. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം, ഉപയോഗിച്ചിട്ടില്ല. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധിയുള്ള സമയം അശുദ്ധിയുള്ള സമയം ഒക്കെ ദിക്റുകൾ ചെയ്യുന്നു. ഖുർആൻ ദിക്റാണ്, അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ അങ്ങനെ ദിക്ർ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഞാനാണ്. അപ്പം എപ്പോഴും വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, അള്ളാഹു ഓർക്കുക എന്ന വലിയ കാര്യമാവുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിന്നൂടാ. മറ്റു സ്വഭാവക്കാരനായ പിശാച്, കുറുമ്പൻ, ആ സ്വഭാവത്തിൽ പോയിക്കൂടാ. സൽസ്വഭാവിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിലേക്ക് നബി സാഹിബ് മാർഗം അതേതോ അതിലേക്ക് തിരിച്ചു വരണം. അതാണ് ഇത്തഖുല്ലാഹ്, സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ നാം സ്വീകരിക്കേണ്ടത്. മറ്റതൊക്കെ എന്താവുന്നു? പിശാച് സ്വഭാവങ്ങളാവുന്നു, സ്വഭാവങ്ങളാണ്, കുടുംബ സ്വഭാവങ്ങളാവുന്നു, അനാചാരങ്ങളാവുന്നു, ശിർക്കാവുന്നു, ബിദ്അത്താവുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ചുരുക്കം പറഞ്ഞത് ഇത്തഖുല്ലാഹ് എന്നുള്ള വിശദീകരണമാണ് സ്ഥിതിയിൽപ്പെടുത്തിയത്. ഇത് ഗൗരവപ്പെട്ട കാര്യമാണ്. വശറൽ ഉമൂർ മഹ്ദാതുഹാ, അക്കാര്യമാണ്. മതകാലം ഷർറായത് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയത്, അതിൽ വിട്ടു നിൽക്കുക. അതിലൂടെ ശിർക്ക് എത്തിപ്പെടുന്നത്. ശിർക്ക് എന്നതാണ്, ബിദ്അത്ത് എന്നതാണ് എന്ന ശരിയ ഞാൻ പെടുത്തി തന്നു. സുന്നത്ത് എന്നതാണ്, തൗഹീദ് എന്നതാണെന്ന് പഠിപ്പിച്ചു തന്നു. ശിർക്കിന് നേരെ വിപരീതം തൗഹീദാണ്, സുന്നത്തിന് നേരെ വിപരീതം ബിദ്അത്താണ്. അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ശിർക്ക് എന്നതാണ്, ബിദ്അത്ത് എന്നതാണ്. ശിർക്കും ബിദ്അത്തോടു കൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അപ്പം എന്ത് വേണം? ശിർക്കും ബിദ്അത്തും ചെയ്തവരെ അതിന് വിട്ടു നിൽക്കുക, എന്നിട്ട് തൗഹീദ് സ്വീകരിക്കുക. അല്ലാഹു തആല ഗഫൂർ റഹീമാണ്, എല്ലാ പാപം പൂർത്തി വരും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല പ്രഖ്യാപിക്കുക. മനസ്സാ വാച കർമ്മ വഅശ്ഹദു അന്ന റസൂലുള്ളാഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു ദൂനാണെന്നും മനസ്സാ വാച കർമ്മം സ്വീകരിക്കുക. ഇത് പറഞ്ഞാൽ പിന്നീട് ശിർക്കിലെ ബിദ്അത്തിലേക്ക് പോകാൻ പാടില്ല. സൂക്ഷിച്ച് ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പിൻപറ്റി ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം അത് പഠിച്ചറിയുക, അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുമാറട്ടെ. ആമീൻ. റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. അല്ലാഹുവേ, ഞങ്ങളിന്നും അറിയാതെയായി ഹദീസ് പറഞ്ഞപ്പോഴോ ഖുർആൻ പറഞ്ഞപ്പോഴോ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുത്ത് തരണമേ തമ്പുരാനെ. സാധാരണക്കാരായ ഞങ്ങൾ, സാധാരണക്കാരായ ആളുകൾക്കുള്ള ഉപദേശമാണുള്ളത്. കാരണം പണ്ഡിതന്മാരെ ആളുകൾ സത്യം മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, അസത്യത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പണ്ഡിതന്മാരെ ജനങ്ങൾ അന്യായമായി എന്ത് ചെയ്യുന്നു? അവർ ആ സമ്പത്ത് വസൂലാക്കുകയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അസത്യത്തിലെ തിരിച്ചുവിടുകയും ചെയ്യുന്നു, സത്യം മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ആണ് സാധാരണക്കാരായ ഞങ്ങളെപ്പോലെ ആളുകൾ രംഗത്ത് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഒരു ധാരാളം തെറ്റുകുറ്റങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഹദീസുകൾ ഖുർആനുകൾ പറയുമ്പോൾ ഞാൻ വന്നേക്കാം, കരുതിക്കൂട്ടി പറയല്ല, വന്നു പോകുന്നതാണ്. പഠിച്ചോനെ, നീ എല്ലാം പൂർത്തി തരണമേ, ഞങ്ങൾക്ക് ഇൽമ് ധാരാളം പഠിപ്പിച്ചു തരണമേ തമ്പുരാനെ. സത്യവിശ്വാസം ഇന്നതാണ്, അസത്യം ഇന്നതാണ്, സത്യം അസത്യം എന്താണെന്ന് വേർപ്പെടുത്തി മനസ്സിലാക്കി തരണമേ. ഖുർആൻ ഹദീസ് പഠിപ്പിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഹോസ്പിറ്റലിലുണ്ട്. ഞങ്ങൾ കൂടെ നമസ്കരിച്ച് ചെയ്യുന്ന ആളുകളാണ്. അവർ വീടുകളിൽ രോഗിയായി കഴിഞ്ഞുകൂടാണ്, പള്ളിയിലേക്ക് വരാൻ പറ്റാതെ. പലരും ഞങ്ങളോട് വാക്ക് വസീയത്തുണ്ട്.
അവർക്കൊക്കെ തന്നെ ആശുപത്രികളും വീടുകളിലുമൊക്കെ രോഗികളെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് സുഖപ്പെടുത്തിയ ആഫിയത്തും ആരോഗ്യം നീ വർദ്ധിപ്പിച്ച് നൽകി പഴയ പോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനും ദീനി കർമ്മങ്ങൾ പങ്കെടുക്കുവാനും ഖുർആൻ അതിന് പഠിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് മാർക്ക് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് കടങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഞങ്ങൾ കൂട്ടത്തിൽ സാമ്പത്തികമായി ഞങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഒക്കെ തന്നെ നീ ഒരു മോചനം നൽകണമേ, സമാധാനം നൽകണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി മുസ്ലിം ആയതിൻ്റെ പേരിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് ക്ഷമ നൽകുന്നതോടൊപ്പം അത്തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെയും രക്ഷപ്പെടുത്തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെതിരെ തിരിയുന്ന ശക്തികളോട് നീ പൗരുഷമായി പെരുമാറി ദുനിയാവിൽ നിന്നും പരലോകത്തും കടുത്ത ശിക്ഷ നീ അവർക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സാഹചര്യത്തിലൂടെ സാഹസപ്പെട്ട് ജീവിക്കുവാനും ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്. ക്ഷമയോടുകൂടി സാഹസപ്പെട്ട് ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസാചാരത്തോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. آمين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.